നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് വലിയ കാര്യമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മമ്മൂട്ടി ആരാധകർ, അതായത് മോഹൻലാലിനെ കുറിച്ച് വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന, മീൻസ് മോഹൻലാലിന്റെ ഭാവിയെ കുറിച്ച് വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി ആരാധകർ പറയുന്നത് ഈ സിനിമയ്ക്ക് 300 കോടി 350 കോടിയൊക്കെ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഇത് പിരിച്ചു കിട്ടിയില്ല, ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യം വളരെ ദുഃഖത്തിലാകുമെന്ന് വളരെ വിഷമത്തോടു കൂടിയുള്ള കമന്റുകളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കും. ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള മമ്മൂട്ടി ആരാധകൻ പോലും ഇതിന് പറഞ്ഞിരിക്കുന്ന തുക എന്ന് പറയുന്നത് 250 കോടിയാണ്. അതിൽ താഴെ ഇവർ പിടിച്ചിട്ടേയില്ല. എന്നാൽ സത്യത്തിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് 144 കോടി രൂപയ്ക്ക് സിനിമയുടെ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി എന്നുള്ളൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ വിവാദമായ സമയത്ത് തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നാണ്. അതിനെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തിയതാണ്. എന്തിനേലും അതിനുശേഷം പ്രൊമോഷൻ വർക്കുകൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി നല്ലൊരു തുക ഈ ചിത്രത്തിന്റെ ടീം ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് കൂടി കൂട്ടുമ്പോൾ, പ്രൊമോഷൻ എമൗണ്ട് കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 160-നും 170-നും ഇടയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് വന്ന് നിന്നേക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ 160-170 കോടി എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ പിരിഞ്ഞു കിട്ടാൻ സാധ്യതയുള്ള ഒരു കണക്കാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈ സിനിമ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ടിലൂടെ തന്നെ നല്ലൊരു തുക പിരിച്ചു കിട്ടുകയും കേരള ബോക്സ് ഓഫീസിൽ മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കുകയും പിന്നീട് OTT സാറ്റലൈറ്റ് വഴി നല്ലൊരു തുകയ്ക്ക് വിറ്റുപോവുകയും ചെയ്താൽ ഈ സിനിമ സാമ്പത്തികമായിട്ട് ലാഭം നേടിയേക്കാം. അല്ലാതെ ഒരിക്കലും തിയേറ്റർ പ്രോഫിറ്റായി മാറാനുള്ള സാധ്യതയില്ല. എന്ന് പറയുമ്പോഴും ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റായി മാറി എന്ന് തന്നെ പറയാം. അത് വിദേശ മാർക്കറ്റിലാണ്. വിദേശ മാർക്കറ്റിൽ 30 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ റൈറ്റ്സ് വിറ്റുപോയത്. ഇതിനു മുമ്പ് ഒരു മലയാള സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയത് 14.5 കോടി രൂപയ്ക്കോ മറ്റോ ആയിരുന്നു. ആ റെക്കോർഡിന്റെ അല്ലെങ്കിൽ അതുവരെയുള്ള ആ റെക്കോർഡിന്റെ ഇരട്ടി തുകയിലധികം, 14 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 29 അതിന്റെ ഇരട്ടി വരുന്നത്. അതിനേക്കാൾ കൂടുതൽ 30 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ വിദേശ മാർക്കറ്റ് വിറ്റുപോയത്. അത് കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 77 കോടി രൂപ തിരിച്ചു കിട്ടണമായിരുന്നു. നെറ്റ് കളക്ഷൻ 77 കോടി രൂപ തിരിച്ചു കിട്ടണമായിരുന്നു. 3-ാം ദിവസം അത് തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. 3 ദിവസം കൊണ്ട് വിദേശ മാർക്കറ്റുകളിൽ 85 കോടി നേടിയെടുക്കാൻ സാധിച്ച ഈ സിനിമ ഇതിനോടകം തന്നെ വിദേശ മാർക്കറ്റുകളിൽ പ്രോഫിറ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇനിയും വലിയ ഹൈപ്പിൽ ഒരു സിനിമ വരികയാണെങ്കിൽ നല്ല എമൗണ്ടിന് വിദേശ മാർക്കറ്റിലേക്ക് വിൽക്കാനുള്ള സാധ്യത ഇവിടെ തുറന്നു കിട്ടുകയാണ് എന്നുള്ളതും കൂടി ഓർക്കുക. 30 കോടി രൂപ വിദേശത്തുനിന്ന് ഡിസ്ട്രിബ്യൂഷൻ പോയി എന്ന് പറയുമ്പോൾ തന്നെ 170 കോടിയാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അവിടെയും 30 കോടി രൂപ ഇടിവ് സംഭവിച്ചിട്ട് ബാക്കി 140 കോടിയാണ് വരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ എത്രയാണ് പോയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് കിട്ടുകയുള്ളൂ. എങ്ങനെ കിട്ടിയാലും എല്ലാം കൂടി ഒരു 70 കോടി വന്നാലും പിന്നെയും കിടക്കുകയാണ് 100 കോടി. അത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ 300 കോടിക്ക് ഓടണം. അതൊരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരള ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് ബോക്സ് ഓഫീസ് കണക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം 35 കോടി രൂപയോളം ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് വരും. അങ്ങനെ വന്നാലും 65 കോടി രൂപയോളം നഷ്ടമാണ്. അത് പിന്നീട് OTT സാറ്റലൈറ്റിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ചുമതല. വലിയ ഹൈപ്പിൽ വരുന്ന തമിഴ്, തെലുങ്ക് സിനിമകൾക്കൊക്കെ ഈ പറഞ്ഞ എമൗണ്ട് ഒക്കെ നിസ്സാരമായിട്ട് തൂക്കിയെടുക്കാറുണ്ട്. ഇതും അതേ ഹൈപ്പിൽ തന്നെ വന്ന് അതേ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയായതുകൊണ്ട് ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് നേടിയെടുക്കാൻ സാധിച്ചാൽ സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയ പണിയായിരിക്കും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.